ഹലോ, കഴിഞ്ഞ ദിവസം GCC സ്റ്റുഡൻസും പാരൻസും കോളേജസ് ചൂസ് ചെയ്യുമ്പോൾ എസ്പെഷ്യലി ഇന്ത്യയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അത് നല്ല റെസ്പോൺസാണ് കിട്ടിയത്. അതിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചൊരു കാര്യമായിരുന്നു ദാസ സ്കീമിനെ കുറിച്ച്. അതായത് NITസിലോട്ടും IIITസിലോട്ടും വിദേശത്ത് പഠിച്ച സ്റ്റുഡൻസിന് ഇന്ത്യയിൽ നേരിട്ട് അഡ്മിഷൻ വാങ്ങാവുന്ന ഒരു സ്കീമാണ് ദാസ സ്കീം, അഥവാ ഡയറക്റ്റ് അഡ്മിഷൻ ഓഫ് സ്റ്റുഡൻസ് അബ്രോഡ് എന്ന് പറയുന്ന സ്കീം. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ദാസയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഷഫീർ സാറ് ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ ദാസ സ്കീം അപ്ലിക്കബിൾ ആയിട്ടുള്ളത്, എന്താണ് ഇതിൻ്റെ ബ്രീഫായിട്ടൊന്ന് പറയുമോ? ദാസ സ്കീം എന്ന് പറയുന്നത് ശരിക്ക് ഒരുപാട് ആളുകൾക്ക് അത്ര അവെയർ അല്ല. അതുകൊണ്ട് തന്നെ ദാസ സ്കീം ശരി അതിൻ്റെ ഫുൾ ഫോം പറയുമ്പോൾ ഡയറക്റ്റ് അഡ്മിഷൻ ഓഫ് സ്റ്റുഡൻസ് അബ്രോഡ്. 4 കാറ്റഗറിയിലുള്ള കുട്ടികൾക്കാണ് ദാസ സ്കീം വഴി അഡ്മിഷൻസ് കൊടുക്കുന്നത്. ഒന്ന്, ഫോറിൻ നാഷണൽസ് ആയിട്ടുള്ള ആളുകൾക്ക് അഡ്മിഷൻ എടുക്കാം. അതുപോലെ തന്നെ പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ, പിന്നെ നോൺ റെസിഡന്റ് ഇന്ത്യൻ NRI എന്ന് പറയുന്നത്, ഇതാണ് നമ്മൾ NRI കോട്ട എന്ന് പലപ്പോഴും പറയാറുള്ളത് ഈ ഒരു സ്കീമിനെ തന്നെയാണ്. അതുപോലെ തന്നെ ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളാണ് ഈ 4 കാറ്റഗറിയിൽ പെടുന്ന കുട്ടികൾക്കാണ് ഈ ദാസ സ്കീം വഴി അഡ്മിഷൻ കിട്ടുന്നത്. ആ അഡ്മിഷൻ കിട്ടുന്നതെന്ന് പറയുന്നത് കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 33 NITകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 11 IIITകൾ, നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, പിന്നെ പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചറിന്റെ സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ 3 പങ്കെടുക്കുന്നുണ്ട്. മറ്റ് 21 സ്ഥാപനങ്ങൾ കൂടെ അടക്കം ഏകദേശം 60-ൽ കൂടുതൽ സ്ഥാപനങ്ങൾ ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട് ദാസ സ്കീം. എഞ്ചിനീയറിംഗ് അതേപോലെ ആർക്കിടെക്ചർ ഇത്തരത്തിലുള്ള കോഴ്സുകൾക്കാണ് ദാസ സ്കീം ഉള്ളത്, മറ്റു കോഴ്സുകൾക്കൊന്നും ഇല്ല. ജനറലി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് NRI കോട്ടയ സംഭവങ്ങളൊക്കെ ഉണ്ട്. NRI കോട്ടയുടെ ലക്ഷ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് NRIസിന്റെ പണം കണ്ട് പിഴിഞ്ഞെടുക്കുക എന്നുള്ളതാണ്. കാരണം ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് വഴി അവർക്ക് ദിർഹംസിലോ ഡോളേഴ്സിലോ കിട്ടുമ്പോൾ അത് ഇന്ത്യൻ റുപ്പീസിലാക്കുമ്പോഴുള്ള ആ ഒരു അഡ്വാൻറ്റേജ് പരമാവധി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഈ ദാസ സ്കീം വഴി നമുക്ക് ലൈക്ക് അതിൻ്റെ ഒരു ആക്ച്വൽ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് വരുന്നത്? അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് JEE മെയിൻ വഴി എക്സാം എഴുതി നല്ലൊരു NITയിലേക്ക് അഡ്മിഷൻ നേടുക എന്ന് പറയുന്നത് അത്യാവശ്യം കോമ്പറ്റേറ്റീവ് ആണ്. പിന്നെ നമ്മുടെ ഹോം സ്റ്റേറ്റ് കേരളത്തിൽ തന്നെ കാലിക്കറ്റ് NIT ഉള്ളത് കൊണ്ട് കുറച്ചുകൂടെ എളുപ്പത്തിൽ കിട്ടാം. ബാക്കി NITയിലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റുകളുടെ കണക്ക് നോക്കിയിട്ട് അതിലൊരു 15% സൂപ്പർ ന്യൂമററി സീറ്റ് എന്ന് പറഞ്ഞിട്ട് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ദാസ സ്കീമിന് വേണ്ടി ടോട്ടലി അവൈലബിൾ ആയിട്ടുള്ള സീറ്റുകളിൽ 15% എക്സ്ട്രാ സീറ്റ് എന്ത് ചെയ്തിരിക്കുകയാണ് എല്ലാ NITസിലും എല്ലാ ബ്രാഞ്ചിലും ആഡ് ചെയ്തിരിക്കുകയാണ്. ടോട്ടൽ 4700-ലധികം സീറ്റുകൾ ഞാൻ ഈ പറഞ്ഞ 60 സ്ഥാപനങ്ങളിലായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാ വർഷവും ഈ സീറ്റുകളെല്ലാം ഫില്ല് ചെയ്യാറില്ല. സൂപ്പർ ന്യൂമററി ആയതുകൊണ്ട് തന്നെ ആവശ്യമുണ്ടെങ്കിലാണ് ഇത് എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അത്ര അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ സീറ്റുകളിൽ പലതും ഒഴിഞ്ഞു കിടക്കാറാണ്. അതുകൊണ്ട് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ JEE മെയിൻ എക്സാമിൽ നമ്മളിപ്പോൾ മേ ബി ഒരു 99%-ലോ 97%-ലോ എന്ന് പറയുന്ന ടാർഗറ്റിലേക്കൊന്നും ചിലപ്പോൾ എത്തിക്കൊള്ളുന്നില്ല. അതുപോലും ഇല്ലാതെ JEE മെയിൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വാലിഡ് സ്കോർ ഉണ്ടായാൽ മതി. ആ എക്സാം പാസ്സാവുക, കുഴപ്പമില്ലാത്തൊരു വാലിഡ് സ്കോർ ഉണ്ടായാൽ തന്നെ NITകളിൽ അഡ്മിഷൻ. ഡയറക്റ്റ് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഡയറക്റ്റ് അഡ്മിഷൻ അല്ല, പക്ഷേ JEE മെയിൻ എഴുതണം. JEE മെയിൻ എഴുതിയിട്ട് കുഴപ്പമില്ലാത്തൊരു സ്കോർ വേണം. മേ നോട്ട് ബി 99% or 98%, അല്ലാത്ത കുഴപ്പമില്ലാത്ത ഒരു സ്കോർ വാങ്ങണം. ഇനി സ്വാഭാവികമായിട്ട് ആൾക്കാർക്കുള്ള ചോദ്യമാണ്, ഇപ്പോൾ NRIസിന്റെ മക്കൾ ചിലപ്പോൾ ഇന്ത്യയിൽ പഠിക്കുന്നുണ്ടാവും അല്ലെ, അത്തരം ആളുകൾക്കൊക്കെ ദാസ സ്കീം അവൈലബിൾ ആണോ? അതല്ല വിദേശത്ത് പഠിക്കുന്ന സ്റ്റുഡൻസ്, എന്തൊക്കെയാണ് അതിന്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് ഒന്ന് ഏജ് പറയാറുണ്ട്. അത് 20-ൽ കൂടുതലാണ് പ്രായം മാക്സിമം പറയുന്നത്. അതെന്തായാലും ഓക്കെയാണ്. +2 കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ അതിൽ എലിജിബിൾ ആയിരിക്കും. അതുപോലെ തന്നെ പിന്നെ ഞാൻ പറഞ്ഞ പോലെ JEE മെയിനിൽ ഒരു വാലിഡ് സ്കോർ ഉണ്ടായിരിക്കണം. പിന്നെ +1 +2 നമ്മളൊരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ബോർഡിൽ തന്നെ പഠിക്കണം. അപ്പം ഗൾഫിലുള്ള ഏത് ബോർഡായാലും നമ്മുടെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ NITയിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഗൾഫിൽ തന്നെ പഠിക്കണം. അപ്പോൾ നാട്ടിൽ പഠിക്കുന്ന NRIസിന്റെ മക്കൾക്ക് ഇത് അപ്ലിക്കബിൾ അല്ല. അപ്പം ഫസ്റ്റ് കണ്ടീഷൻ അത് തന്നെയാണ്. അതായത് ഗൾഫിലായിരിക്കണം നമ്മുടെ +1 +2 പഠനം. ഇന്ത്യക്ക് പുറത്തായിരിക്കണം നിങ്ങൾ +1 +2 കംപ്ലീറ്റ് ആക്കുന്നത്. അതുപോലെ തന്നെ +2-ൽ നമുക്ക് 75% മാർക്കും ബോർഡ് എക്സാമിന് ഉണ്ടായിരിക്കണം ഇതിൽ എലിജിബിൾ ആവണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ദാസ സ്കീമിലേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ദാസ സ്കീമിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിഷനിൽ ഇനിയിപ്പം ഫീസിനെ കുറിച്ചാണ് ചിലപ്പോൾ അടുത്തൊരു ഡൗട്ട് ഉണ്ടായിരിക്കാം. ഫീസിൽ 2 കാറ്റഗറി ആയിട്ടാണ് ദാസ സ്കീമിന്റെ ഫീസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. നോൺ സാർക്ക് കൺട്രീസിലുള്ള കുട്ടികളും സാർക്ക് കൺട്രീസിലുള്ള കുട്ടികൾക്കും ഇത് രണ്ടിനും ഡിഫറെൻ്റ് ആയിട്ടാണ് ഫീസ്. അതിൽ നോൺ സാർക്ക് കൺട്രീസിലുള്ള കുട്ടികൾക്ക് ഒരു സെമിസ്റ്ററിന് $4000 ഫീസായിട്ട് വരുന്നത്. സാർക്ക് കൺട്രീസ് ആണെന്നുണ്ടെങ്കിൽ $2000 ഫീസായിട്ട് വരിക. അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യയിലുള്ള കുട്ടികൾ അടക്കുന്ന ഫീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വലി എന്താണ് കൂടുതലാണ് ദാസ സ്കീം വഴി. എന്നാൽ അടുത്ത ഒരുപാട് ആളുകൾക്ക് അറിയാത്ത മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാസ സ്കീമിൽ തന്നെ മറ്റൊരു കാറ്റഗറി കൊണ്ട് ഒരു സബ് കാറ്റഗറി ഉണ്ട്. CIWG എന്ന് പറയും. CIWG ഗൾഫിൽ വർക്ക് ചെയ്യുന്ന പാരൻസിന്റെ
മക്കള് അവര് +1 +2 ഗൾഫിലാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ദാസ സ്കീമിൽ തന്നെ 1/3 സീറ്റുകൾ എന്തിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്? അവർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. CIWG ചിൽഡ്രൻ ഓഫ് ഇന്ത്യൻ വർക്കേഴ്സ് ഇൻ ഗൾഫ്, അതായത് UAE, ബഹ്റൈൻ, ഇറാഖ്, ഇറാൻ, കുവൈത്ത്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, ഈ ഒരു GCC കൺട്രീസിലെ കുട്ടി വർക്ക് ചെയ്യുന്ന ഇന്ത്യൻസിന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് CIWG. ഈ 8 രാജ്യങ്ങളിൽ പഠിക്കുന്ന പാരന്റ്സിന്റെ മക്കൾ +1 +2 അവിടെ തന്നെയാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ദാസയിൽ CIWG എന്ന് പറയുന്ന ഒരു 1/3 എന്തിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്? ഇത്തരം കുട്ടികൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. CIWGക്ക് എന്തെങ്കിലും ഫീസ് ആനുകൂല്യങ്ങൾ കാര്യങ്ങളുണ്ടോ? അവിടെയാണ് ഇതിന്റെ ഏറ്റവും വലിയ എന്താ പറയാ അട്രാക്ഷൻ വരുന്നത്. CIWG വഴി അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് ഇന്ത്യൻ സ്റ്റുഡൻസ് അടക്കുന്ന ഫീസ് എത്രയാണോ അത് മാത്രം അടച്ചാൽ മതി. 62,500 രൂപ ഒരു സെമസ്റ്ററിന്. നേരത്തെ പറഞ്ഞ $2,000 $4,000 ഒക്കെ ഇതിൽ പെടാത്ത ആളുകൾക്കാണ്. അപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്നത് മിക്കവാറും ഈ GCC നമ്മൾ നേരത്തെ പറഞ്ഞ 8 രാജ്യങ്ങളിലുള്ള പാരന്റ്സിനോടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. അപ്പൊ അവരുടെ മക്കള് +1 +2 GCCയിൽ തന്നെയാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് അടക്കുന്ന അതേ ഫീസ് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് NITകളിൽ പഠിക്കാം. നിങ്ങൾക്ക് ആകെ JEE മെയിനിൽ ഒരു വാലിഡ് സ്കോർ ഉണ്ടായാൽ മതി. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയത് ഇപ്പോൾ സാധാരണ എല്ലാവരും ഇപ്പോൾ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ ലക്ഷങ്ങൾ കൊടുത്തിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ $2,000 നമ്മൾ അടക്കേണ്ടതെന്ന് വിചാരിക്കുക. $2,000 എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം 1.6 lakhs ആണ് ഒരു സെമസ്റ്ററിന് വരിക. ഇപ്പോൾ ആളുകൾ അടക്കുന്നത് 4 ലക്ഷം 5 ലക്ഷമാണ് സെമസ്റ്ററിന് അടക്കുന്നത്. ഇനി വിദേശത്താണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും അവർ അടക്കുന്നുണ്ട്. ഇപ്പോൾ വിദേശത്ത് പല ഇപ്പൊ ദുബായിലും മറ്റു സ്ഥലങ്ങളിലും ഖത്തറിലൊക്കെ പല യൂണിവേഴ്സിറ്റീസും ക്യാമ്പസുകൾ തുറന്നിട്ടുണ്ട്. അവിടെ നല്ല ഫീസ്, ഹ്യൂജ് ഫീസ് അടക്കുന്നുണ്ട്. അപ്പൊ ഒന്നുമില്ലാതെ ഇന്ത്യയിൽ ഒരു ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ വെറും ഒരു 60,000 രൂപ ഫീസ് അടച്ചിട്ട് ഒരു സെമസ്റ്ററിന് അടക്കാൻ പറ്റി അവർക്ക് പഠിക്കുന്നുണ്ട് എന്നുള്ളത് ലൈക്ക് ഇറ്റ്സ് എ ഹ്യൂജ് അഡ്വാൻറ്റേജ് എന്നുള്ളത് പല ആൾക്കാരും മനസ്സിലാക്കാറില്ല. ഇതിൽ മെൻഷൻ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ GCCയിൽ ഇപ്പൊ കറന്റ് സ്കൂളിന് അവർ ഒരു വർഷം കൊടുക്കുന്നത് 3-4 ലക്ഷമൊക്കെയാണ് പല രാജ്യങ്ങളിലും, ഖത്തറിലും അതുപോലെ തന്നെ UAEയിലൊക്കെ. അപ്പൊ നമ്മളിപ്പം CIWG വഴി നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഹോസ്റ്റൽ ഫീസ് അടക്കം നിങ്ങൾക്ക് വരാൻ പോകുന്നത് ചിലപ്പോൾ ഒരു 2 ലക്ഷമോ അല്ലെങ്കിൽ അറൗണ്ട് ആ ഒരു വർഷത്തേക്ക് 2 ലക്ഷമാണ് ഒരു വർഷത്തേക്ക് വരിക. അപ്പൊ നിങ്ങൾ ഇപ്പൊ കൊടുക്കുന്ന സ്കൂൾ ഫീസിനേക്കാൾ കുറവായിരിക്കും CIWG വഴി നിങ്ങൾക്ക് NITയിൽ അഡ്മിഷൻ നേടുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇവിടെ അതായത് ഇപ്പോൾ 5% ഓഫ് സൂപ്പർ ന്യൂമർസിറ്റി 3/1 CIWGക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. സോ ഇത് എല്ലാവരും ഒരു അഡ്വാൻറ്റേജ് എടുക്കേണ്ടത്. എസ്പെഷ്യലി ഇപ്പോൾ നമ്മുടെ ഒരു ഗൾഫ് കൺട്രീസിലാണ് എനിക്ക് തോന്നുന്നത് ഭൂരിഭാഗം കാണുന്നത് സ്വാഭാവികമായിട്ടും ഗൾഫ് കൺട്രീസിൽ UAEയിലും ഖത്തറിലും സൗദിയിലും ഒക്കെ ഉള്ള ആളുകളായിരിക്കും, ബഹ്റൈൻ കുവൈത്തിലൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് പല കുട്ടികളുടെ ഒരു ട്രെൻഡ്, പാരൻസിന്റെ ട്രെൻഡ് എന്താ, 10ാം ക്ലാസ് കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് കുട്ടിയെ നാട്ടിലോട്ട് വിടുന്നു, നല്ല അഡ്മിഷൻ കിട്ടിയ. ആക്ച്വലി എഞ്ചിനീയറിംഗ് ആണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഗൾഫിൽ നിന്ന് പഠിക്കുന്നതാണ് നല്ലത്, അല്ലേ? ശരിയല്ലേ? അതായത് നിങ്ങൾക്ക് ഇപ്പം NITകളിൽ അതുപോലെ IIITസിലൊക്കെ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ വന്ന് പഠിക്കുന്നതിനേക്കാൾ എളുപ്പം ഗൾഫിലിരുന്ന് നന്നായിട്ട് പഠിക്കുകയാണെന്ന് JEEക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡീസന്റ് സ്കോർ ഉണ്ടായാൽ തന്നെ അഡ്മിഷൻ ഉറപ്പിക്കാം. പക്ഷേ IITകളിൽ ഇത് ബാധകമല്ല. IITകളിൽ ദാസ സ്കീം വഴി IITകൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും JEE അഡ്വാൻസ് ലെവലിൽ മുന്നിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ JEE പ്രിപ്പയർ അപ്പോൾ 10th കഴിഞ്ഞൊരു സ്റ്റുഡൻറ് ഉണ്ടെന്ന് വിചാരിക്കാം. എനിക്ക് അവരോട് പറയാനുള്ള ഒരു അഡ്വൈസ്, ഷെഫീർ സാർ അതിന് എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ പറയാം. നിങ്ങൾ JEE ആണ് ലക്ഷ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ എന്താണ്, നിങ്ങൾക്ക് ഗൾഫിൽ നിന്ന് പഠിക്കുന്നതാണ്. നിങ്ങൾ JEE മെയിൻസിനും JEE അഡ്വാൻസ്ഡും വഴി പഠിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ടാവും, ഇപ്പോൾ ഈ ദാസ സ്കീം വഴി അഡ്മിഷൻ സീക്ക് ചെയ്യുന്നവർക്ക് ജോസയിലൂടെ കൗൺസിലിംഗ് അവർക്ക് അങ്ങനത്തെ ഒരു സ്കീമേ ലഭ്യമല്ല, അല്ലെങ്കിൽ IITയിൽ തീരെ അഡ്മിഷൻ കിട്ടില്ല എന്നുള്ളതാണോ? അല്ലല്ലോ, അല്ല, ഒരിക്കലല്ല. നിങ്ങൾക്ക് നോർമൽ ആയിട്ടുള്ള അഡ്മിഷൻ പ്രൊസീജിയർ ജോസ വഴിയുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ദാസ സ്കീമിന്റെ സമയമാവുന്ന സമയത്ത് അതിലൂടെ ജോസ എന്നുള്ളതാണ് പറയാത്തവർക്ക് വേണ്ടി, ജോസ എന്നുള്ളതാണ് നോർമൽ അഡ്മിഷൻ പ്രൊസീജിയർ എന്നുള്ളത്. അത് എല്ലാ കുട്ടികൾക്കും, ഇന്ത്യയിലെ എല്ലാ കുട്ടികൾക്കും അതുവഴി NITക്കും IITയിലും ഒക്കെ അഡ്മിഷൻ നേടാം. അപ്പോൾ നിങ്ങൾ ഗൾഫിലാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. നിങ്ങൾക്ക് ജോസ സ്കീം വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, നിങ്ങൾക്ക് ദാസ സ്കീം വഴി അപ്ലൈ ചെയ്യാം. പിന്നെ ഇവിടെ IITയിൽ പോകണം എന്നുണ്ടെങ്കിലും ഓക്കെ. അപ്പോൾ നമുക്ക് X and Y എന്തെല്ലാം സൗകര്യങ്ങളാണ് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഒന്ന് JEE ഇപ്പോൾ 10th കഴിയുന്ന കുട്ടികൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അതോടൊപ്പം 6th മുതൽ 10th വരെയുള്ള സ്റ്റുഡൻസിന് ഫൗണ്ടേഷനിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ X and Y നമുക്ക് 10th കംപ്ലീറ്റ് ചെയ്യാനിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് അടുത്ത വർഷം മുതൽ നമ്മുടെ 2 വർഷത്തെ ടാർഗറ്റ് JEE 2027 പ്രോഗ്രാം അനൗൺസ് ചെയ്തു. അഡ്മിഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു എക്സ്ക്ലൂസീവ് ബാച്ചാണ്. JEEക്ക് കൃത്യമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളെ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു എക്സ്ക്ലൂസീവ് ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസിൽ ഒരു ബാച്ച് തുടങ്ങിയിരിക്കുകയാണ്. അതിൽ IITiansഉം NITiansഉം ആണ് ക്ലാസ്സുകൾ എടുക്കുക, നിങ്ങളെ ഗൈഡ് ചെയ്യുക. ആ 2 വർഷം വളരെ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ട് ആദ്യത്തെ ജനുവരി അറ്റംപ്റ്റിൽ തന്നെ JEE മെയിൻ ഒരു നല്ല സ്കോർ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അതിലൂടെയുള്ള ലക്ഷ്യം. അപ്പോൾ NRI സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ജനുവരിയിൽ തന്നെ അവർക്ക് ദാസ സ്കീം വഴി എന്ത് ചെയ്യാൻ പറ്റും, NIT ഉറപ്പിക്കാൻ പറ്റും. പിന്നെ അടുത്ത 4 മാസം നമുക്ക് അഡ്വാൻസ്ഡ് എക്സാമിന് വേണ്ടി തന്നെ പരിശ്രമിച്ചുകൊണ്ട് ഈവൻ IITയിലേക്ക് വരെ എന്ത് ചെയ്യാൻ പറ്റും, ആദ്യ ചാൻസിൽ തന്നെ. എനിക്ക് പറയാനുള്ളത് ദാസ സ്കീം വഴി അഡ്മിഷൻ കിട്ടും എളുപ്പമാണ് എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി എളുപ്പമാണെന്നുള്ളതാണ്, അല്ലാതെ വെറുതെ പോയി എഴുതി അഡ്മിഷൻ കിട്ടും. അപ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്, സോ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് എടുക്കാം. രണ്ടാമത്തെ കാര്യം,
നല്ലൊരു ബേസ് ഇല്ലാതെ ഒരാൾ NIT IIT പോയാൽ അവർ നന്നായിട്ട് കൊടുക്കും. അപ്പോൾ നല്ല മാത്തമാറ്റിക്സ്, ഫിസിക്സിന്, സയൻസിന്റെ, മാത്സിന് നല്ല ബേസ് വേണം. അപ്പോൾ അതിലോട്ട് കൂടി നമ്മുടെ ഈ ഒരു ഓൺലൈൻ പ്രോഗ്രാം എന്തായിരിക്കും എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള സമയത്തും നിങ്ങൾക്കായിട്ട് സെപ്പറേറ്റ് ഷെഡ്യൂൾസ് ഒക്കെ നമ്മൾ GCC സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കുള്ള ലിങ്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, XIQ എക്സാം ഉണ്ട്. XIQ എക്സാമിൽ നന്നായി പെർഫോം ചെയ്യുന്നവരാണ് നമ്മൾ എടുക്കുക. അപ്പോൾ XIQ എക്സാമിനുള്ള ലിങ്ക് ഞാൻ താഴെ നൽകുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇത്തരം പലപ്പോഴും GCC പാരൻസ് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അവെയർ അല്ല. ഇനിയിപ്പോൾ ഇതല്ല, ദാസ് ഒരു മെഡിസിൻ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ സയൻസ് കോഴ്സിലോട്ട് വിചാരിക്കുക. ഇന്ത്യയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇത്തരം ഓപ്പർച്യൂണിറ്റീസ് പെർസ്യൂ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ 6th മുതൽ 10th വരെയുള്ള സ്റ്റുഡൻസിനുള്ള ഫൗണ്ടേഷൻ പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ ഇപ്പോൾ 5 മുതൽ 9 വരെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സ്റ്റുഡൻസിന് ഫൗണ്ടേഷൻ പ്രോഗ്രാമിലോട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനുള്ള ലിങ്കും ഞാൻ താഴെ നൽകുന്നുണ്ട്. ഇതേപോലെ IITians-ഉം NITians-ഉം ഡോക്ടേഴ്സുമാണ് ഈ ക്ലാസ്സസ് ഒക്കെ ലീഡ് ചെയ്യുക. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് GCC-ക്കായിട്ട് നമുക്ക് സ്പെഷ്യൽ ബാച്ചും, അതേപോലെ തന്നെ പലപ്പോഴും കുട്ടികളുടെ ഒരു പ്രശ്നമാണ്, പാരൻസിൻ്റെ ഒരു പ്രശ്നമാണ് കുട്ടികളെ ശ്രദ്ധിക്കാൻ ആളില്ല എന്നുള്ളത്. അപ്പോൾ അവർക്കുള്ള സ്പെഷ്യൽ മെന്റർഷിപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റൈറ്റ്. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ്, ഇപ്പോൾ ഞാനിപ്പോൾ ഖത്തർ പോയെന്ന് കഴിഞ്ഞ ആഴ്ച ഏകദേശം 70 സ്റ്റുഡൻസ് നമ്മുടെ അവിടെ ഉണ്ട്. UAE ഒരുപാട് 100+ സ്റ്റുഡൻസ് ഉണ്ട്. സൗദിയിൽ 100+ സ്റ്റുഡൻസ് ഉണ്ട്. GCC സ്റ്റുഡൻസ് ഒരുപാട് മലയാളി സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്, XNY-യുടെ ഭാഗമായിട്ട് ഏറ്റവും മിടുക്കരായിട്ട് പഠിക്കുന്നുണ്ട്. അതോടൊപ്പം അവർ ഒളിമ്പ്യാഡ്സ് പോലുള്ള, കാരണം പലപ്പോഴും GCC-യുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാംസിലോട്ട് കുട്ടികൾക്ക് എന്തില്ല, അത്രത്തോളം എക്സ്പോഷർ ഇല്ല. ഹൈലി കോമ്പറ്റീറ്റീവ് അല്ല കുട്ടികൾ. നല്ല കുട്ടികളാണ്, നല്ല സ്കൂളിംഗ് അവർക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ഒരു എൻവയോൺമെന്റ് കാരണം അത്രത്തോളം കോമ്പറ്റീറ്റീവ് അല്ല. എന്നാൽ ഇന്ത്യ ഒരു 140 കോടി ജനങ്ങളുടെ രാജ്യം, ഹൈലി കോമ്പറ്റീറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിങ്ങൾക്ക് ഇനി ദാസ വഴിയോ ജോസ വഴിയോ ഇനി നീറ്റ് വഴിയൊക്കെ ചേരണം എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഹ്യൂജ് കോമ്പറ്റീഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം ഉള്ളത്. ഹൈലി അഫോർഡബിൾ ആണ് GCC സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിനുള്ള ലിങ്കും ഞാൻ താഴെ നൽകുന്നുണ്ട്. ക്ലാസ് 6 മുതൽ 10th വരെയുള്ള സ്റ്റുഡൻസ് ആണ് എന്ത് ചെയ്യേണ്ടത്, ഇതിലോട്ട് ജോയിൻ ചെയ്യേണ്ടത്. ഇനി ലാസ്റ്റ് ആയിട്ട് CIWG അവർക്ക് എന്തെങ്കിലും ഇപ്പോൾ CIWG ആവാൻ, ഇപ്പോൾ നോർമൽ ദാസയിൽ CIWG ആവാൻ അവർക്ക് എന്തെങ്കിലും പ്രത്യേക എലിജിബിലിറ്റിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? അതിൽ പറയുന്ന കാര്യങ്ങൾ ഇതാണ്. അതായത് നമുക്ക് വേണ്ടത്, ഒന്ന്, നിങ്ങളുടെ പാരന്റ് ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു പാരന്റ് എന്തിരിക്കണം, ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കണം. അപ്പം അതിന്റെ പാസ്പോർട്ട് നമ്മൾ കോപ്പി സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ പാരന്റിന്റെ വിസ, കൃത്യമായിട്ടൊരു വാലിഡിറ്റി ഒക്കെ ഉള്ള വിസ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ വർക്ക് പെർമിറ്റ്, അതിനും അവിടെ വർക്ക് ചെയ്യുന്ന ഒരു CIWG വർക്കിംഗ് ആളാണെന്ന് പ്രൂവ് ചെയ്യാനുള്ള വർക്ക് പെർമിറ്റും നിങ്ങൾ ഇതിന്റെ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ഇൻകം പ്രൂഫ് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാം. ഇതാണ് ബേസിക്കലി വേണ്ടത്. അപ്പോൾ CIWG സ്കീമിൽ ഇൻക്ലൂഡഡ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പം തന്നെ എന്ത് ചെയ്യാം, അതിനെക്കുറിച്ച് ചിന്തിച്ച് പ്രിപ്പയർ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നല്ല കോളേജിൽ പോയിട്ട് പഠിക്കാം. അതിൽ 1-2 എക്സാമ്പിൾസും കൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ NIT കാലിക്കറ്റിൽ ഈ ദാസ സ്കീം വഴി 21 സീറ്റുകൾ കമ്പ്യൂട്ടർ സയൻസിലും അതുപോലെ തന്നെ EC ബ്രാഞ്ചിലൊക്കെ ഉണ്ട്. അതിൽ 7 സീറ്റുകൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെത് CIWG വഴിയാണ്. 14 ദാസയും നോർമൽ ദാസയും CIWG വഴിയാണ്. അതുപോലെ തന്നെ ട്രിച്ചിയിലൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ സെയിം നമ്പർ ഓഫ് സീറ്റുകൾ കാണാം. ഇതിന്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഞാൻ എടുക്കുന്നത് നമ്മൾ ടോപ്പ് 2 ബ്രാഞ്ചിന്റെ കാര്യം പറയുന്നത്. NIT കാലിക്കറ്റിൽ കമ്പ്യൂട്ടർ സയൻസിൽ ദാസ സ്കീം വഴി ജോയിൻ ചെയ്ത കുട്ടിയുടെ ഓൾ ഇന്ത്യ റാങ്ക് 93,548 CIWG വഴി ജോയിൻ ചെയ്ത കുട്ടിയുടെ റാങ്ക് 48,423. അപ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ +1 +2 പഠിച്ചിട്ട് ഓൾ ഇന്ത്യ റാങ്ക് 48,000 കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് NIT കാലിക്കറ്റിൽ ഒരു സീറ്റ് വളരെ ലോവർ ബ്രാഞ്ചിൽ ലാസ്റ്റ് റൗണ്ടിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരാം. അതുപോലെ തന്നെ EC-യുടെ കണക്കും, EC-യിൽ ദാസ സ്കീം വഴി NIT കാലിക്കറ്റിൽ ജോയിൻ ചെയ്ത കുട്ടിയുടെ കഴിഞ്ഞ വർഷത്തെ റാങ്ക് 3,76,820 ഓൾ ഇന്ത്യ റാങ്ക്. എന്ന് വെച്ചാൽ പാസ്സായി കുറച്ച് മാർക്കേ ഉള്ളൂ JEE മെയിനിൽ. അതുപോലെ തന്നെ CIWG-യിലേക്ക് വരികയാണെങ്കിൽ 1,05,000. അപ്പോൾ ഒരു 1,00,000-ന്റെ ഉള്ളിലൊക്കെ ഓൾ ഇന്ത്യ റാങ്ക് വരികയാണെങ്കിൽ 50,000-ന്റെ ഉള്ളിലൊക്കെ ഓൾ ഇന്ത്യ റാങ്ക് എത്തിയാൽ തന്നെ നമുക്ക് NITസിൽ ഏറ്റവും നല്ല സീറ്റുകളിൽ തന്നെ ജോയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് CIWG സ്കീമിന്റെ പ്രത്യേകത. സോ ദിസ് ഇസ് ഡെഫിനറ്റ്ലി വാല്യുബിൾ ഇൻഫർമേഷൻ, റൈറ്റ്? നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. പല ആൾക്കാർ ഈ ഓപ്പർച്യൂണിറ്റി ഒന്നും അറിയാതെ വിദേശത്തോട്ട് കുട്ടികളെ അയക്കാനുള്ള പരിപാടിയിൽ മറ്റൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇത്തരം ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ അറിയണം, നമ്മുടെ കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ. പക്ഷേ നമ്മുടെ കുട്ടികൾ കുറച്ച് കോമ്പറ്റീറ്റീവ് ആവേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് XNY പോലത്തെ പ്ലാറ്റ്ഫോംസ് ഉള്ളത്. ഇപ്പോൾ ഞാൻ ലിങ്കുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അടുത്ത വർഷം 11th നമ്മുടെ പ്രോഗ്രാമിലോട്ട് ജോയിൻ ചെയ്യാം. ഏപ്രിൽ തന്നെ നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങും. ഹൈലി ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. അതേപോലെ തന്നെ ഫൗണ്ടേഷൻ നന്നായിട്ട് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് CIWG-യിൽ NIT-യിൽ എത്തണം എന്നുള്ളത് ആവരുത്. അത് നമ്മുടെ ഒരു സെക്കൻഡറി ആണ്. അതിലപ്പുറം IIT-യിൽ എത്തണം എന്നുള്ളത് തന്നെ ആവണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നമ്മൾ കൊടുക്കണം. അതിന് നിങ്ങൾക്ക് റിസ്ക് ഫ്രീ എഞ്ചിനീയറിംഗ് ആണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്ത് അവിടുത്തെ കുഴപ്പമില്ലാത്തൊരു സ്കൂളിംഗ്, അതല്ല അവർക്ക് NIOS പോലത്തെ ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ സാധിക്കും.
NIOS നമുക്കറിയാം ഓപ്പൺ സ്കൂളിംഗ്, CBSE സെൻട്രൽ ബോർഡ് തന്നെ ഓഫർ ചെയ്യുന്ന ഓപ്പൺ സ്കൂളിംഗ് ആണ്. അത് ഇന്ത്യയിലും അതുപോലെ തന്നെ GCCയിലും ആക്ച്വലി അവൈലബിൾ ആണ്. അതിനുള്ള കോൺടാക്ട് ക്ലാസ്സുകൾ നടത്തുന്ന സ്റ്റഡി സെന്റേഴ്സ് GCCയിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പഠിക്കാം. പക്ഷേ ഓപ്പൺ സ്കൂളിംഗ് ആണ്, അതെ, കോച്ചിങ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം മാക്സിമം ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജെയ്ക്ക് വേണ്ടി തന്നെ ഫോക്കസ് ചെയ്ത് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഓപ്ഷനാണ്. NIOS എഴുതിയാൽ നമുക്ക് ജെയ്ക്കൊക്കെ എഴുതാൻ പറ്റും, രജിസ്റ്റർ ചെയ്യാൻ പറ്റും, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ +2 സർട്ടിഫിക്കറ്റിൽ ഓപ്പൺ സ്കൂളിംഗ് കഴിഞ്ഞു എന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് കിട്ടുക. പക്ഷേ വീട്ടിലിരുന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ട് സമയം വേസ്റ്റ് ചെയ്യാതെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ, അങ്ങനത്തെ ആൾക്കാർ മാത്രം, എല്ലാവർക്കും ഉള്ള ഒരു സജഷൻ അല്ല NIOS എന്നുള്ളത്. പക്ഷേ ഡെഫിനറ്റ്ലി ദാസാസ് AWG തുടങ്ങിയ കാര്യങ്ങൾ എല്ലാവർക്കും നിങ്ങൾക്ക് ഒപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതേ കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ അറിയിക്കുകയും ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയുമായിട്ട് GC സ്റ്റുഡൻസിന്റെ ഒരുപാട് റിക്വസ്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക, സംശയങ്ങളുണ്ടെങ്കിലും കമന്റ് ചെയ്യുക, വിൽ റെസ്പോണ്ട് ടു ദാറ്റ്. ഓക്കെ, പിന്നെ ഇവരുടെ ഫ്രണ്ട്സും കൊളീഗ്സ് ആയിട്ട് ഒരുപാട് പേര് GCCയിൽ ഉണ്ടാകും, അവരിലേക്കും ഈ വീഡിയോ, ഒരു മെസ്സേജ് എത്തിക്കാൻ അധികം ആൾക്കാർക്ക് അറിയാത്ത, നമുക്ക് ഇന്ത്യ ഗവൺമെന്റ് തരുന്ന വലിയൊരു ആനുകൂല്യമാണ് ഇതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. റൈറ്റ്, സോ താങ്ക്സ് ലോട്ട് ഫോർ വാച്ചിങ് വീഡിയോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.